إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عليما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ ഈ റമദാൻ അള്ളാഹു സ്വീകാര്യമായ റമദാനാക്കി മാറ്റി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, മിക്കവാറും ചിലപ്പോ ഈ വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ച ആവാം. റമദാനിന്റെ മാത്രമല്ല ജീവിതത്തിന്റെയും മരണം ഏത് കവാടത്തിലൂടെയാണ് പ്രവേശിക്കുക നമുക്ക് അറിയില്ല. എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കും അല്ലെ? ഒരു മരണം നടന്നാൽ പലപ്പോഴും നമ്മൾ ചോദിക്കും എങ്ങനെയാ മരിച്ചത്? അറ്റാക്കാണെന്ന് പറയും, അല്ലെങ്കിൽ പറയും കുറെ കാലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയും, അല്ലെങ്കിൽ പറയും ക്യാൻസർ ആണ്, എത്ര കാലായി ക്യാൻസർ ആണെന്ന് പറയും. ഇങ്ങനെ ആ മരിച്ച കാരണങ്ങൾ നമ്മൾ എടുത്തു പറയും. സത്യത്തിൽ കാരണം അതൊന്നുമല്ല, ഒരൊറ്റ കാരണമാണ്. 4 മാസം ഗർഭിണിയായപ്പോ അള്ളാഹു നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4ാമത്തെ മാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിത നിശ്ചയ ക്രമ പരിപാടികൾ ഒക്കെ. അതാണ് ആ മരണത്തിന്റെ മുഖ്യമായ കാരണം. അത് എങ്ങനെയാണ് മരിക്കേണ്ടത്, എങ്ങനെയാണ് മരിക്കുക എന്ന് അള്ളാഹുവിന്റെ രേഖയിൽ കൃത്യമാണ്. എന്തുകൊണ്ട് ആ രേഖ മുന്നേ നമുക്ക് അറിയിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ അമലുകൾ കൃത്യത വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔനും കൂട്ടരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഖിയാമത്ത് കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട്, എന്തുകൊണ്ട് നമുക്കത് അറിയിച്ചു തന്നിട്ടില്ല? ഇന്ന സഅത ആതിയത്തുൻ അകാദു ഉഖ്ഫിഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. സൂറത്തുൽ ത്വാഹയിലായതാണ് ഇന്ന സഅത, തീർച്ചയായും ഖിയാമത്ത് എന്നുള്ളത് അകാദു ഉഖ്ഫിഹാ, അത് ഗോപ്യമാണ്. സമയമായിരിക്കും അറിയില്ല, എപ്പോഴാ മരിക്കുക അത് അറിയില്ല, മരിക്കും എന്നുള്ളതേ അറിയുള്ളൂ. എപ്പോൾ എന്നത് ആർക്കും അറിയില്ല, എവിടെ വെച്ചാ മരിക്കുക ആർക്കും അറിയില്ല. എന്തിന്, എന്തുകൊണ്ട്, എന്തിനാണ് അങ്ങനെ ആക്കിയത്? ഓരോരുത്തരും നിഷ്ഠയോടെ
നിഷ്കളങ്കമായി, സൂക്ഷ്മമായി, ആത്മാർത്ഥമായി അമൽ ചെയ്യാനാണ്. ഏപ്രിൽ 1-ാം തീയതി, വരുന്ന ഏപ്രിൽ 1-ാം തീയതി ഞാൻ മരിക്കുമെന്ന് അറിഞ്ഞാൽ മാർച്ച് 25 വരെ തോന്നിയ ജീവിക്കുക, ശേഷം നന്നായ മതിയല്ലോ. അപ്പോൾ അമലുകൾക്ക് കൃത്യമായി സൂക്ഷ്മതയോടെ കൂലി തരണമെങ്കിൽ, നിഷ്കളങ്കമായി അമല ചെയ്യണമെങ്കിൽ എപ്പോൾ മരിക്കും, എവിടെ മരിക്കും അത് അറിയാതിരിക്കണം. സർപ്രൈസ് എന്ന് പറയാറുണ്ട് നമ്മൾ പലപ്പോഴും. സർപ്രൈസ് ആണെന്ന് പറയാറുണ്ട്. മരണം സർപ്രൈസ് ആണ്. കാരണം ഇതന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനേ പറ്റുള്ളൂ. മരണം എപ്പോഴായാലും വരും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുന്നിൽ ഒരു അധ്യാപകൻ മരിച്ചത് നമ്മൾ ഓർത്തതാണ്. രാവിലെ മകളുടെ വീടിന്റെ മുകളിൽ കയറി, പണി നടന്നുകൊണ്ടിരിക്കുന്ന മകളുടെ വീടിന്റെ മുകളിൽ കയറി മരിച്ചു. തലേന്ന് അദ്ദേഹം പറഞ്ഞത്രേ, എനിക്ക് നെഞ്ചുവേദനയുണ്ട്, നാളെ കാണിക്കാൻ പോകണം എന്ന് പറഞ്ഞത്രേ. നമ്മൾ പത്രത്തിൽ വായിച്ചത് വീണ് മരിച്ചു എന്നാണ്. സത്യത്തിൽ മരിച്ചു വീണു എന്നതാണ്. അറ്റാക്കായി മരിച്ചതാവാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സമയം 12:55. റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആവാം. നമ്മുടെ അമലുകൾ തിട്ടപ്പെടുത്തിയോ? ഒരു രോഗവും ഇല്ലാത്ത, ഒരു ഗുളികയും കഴിക്കാത്ത ആരെങ്കിലും ഈ പള്ളിയിലുണ്ടോ? ഒരു പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അവർ വിചാരിക്കും രക്ഷപ്പെട്ടു എന്നാണ്. ഇല്ല. ഒരു രോഗവും ഇല്ലാത്ത ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നു. രോഗമുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. രോഗമില്ല എന്നുള്ളത് ജീവിച്ചിരിക്കുവാനുള്ള ന്യായമല്ല. രോഗമുണ്ട് എന്നുള്ളത് മരിക്കുവാനുള്ള കാരണവുമല്ല. ഞാനൊരു ഗുളികയും കഴിക്കാറില്ല എന്നൊരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറെ കാലം ജീവിക്കും എന്ന് വിചാരിക്കണ്ട എന്നാ പറഞ്ഞതിന്റെ മറ്റൊരു മലയാളം. ഒന്നുകൂടി ചോദിക്കുന്നു, ഒരു ഗുളികയും കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോ അവരാണ് പെട്ടെന്ന് മരിച്ചു പോവാ. നിങ്ങൾ വിചാരിക്കും മൗത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വേദന വരുമ്പോ തൊട്ടടുത്ത എല്ലാ സൗകര്യങ്ങളുമുള്ള ഹോസ്പിറ്റലിൽ പോയാൽ രക്ഷപ്പെടുന്നു വിചാരിക്കും. ക്യാൻസർ രോഗിയെ കീമ ചെയ്യാൻ പണങ്ങൾ ചെലവഴിക്കുന്നു. എന്തിനാ? രക്ഷപ്പെടണം. ആ പ്രയോഗം ഉണ്ടല്ലോ, അൽക്കാന്ന അഭിമുഖത്തിനാ പറയാ, ഇന്റർവ്യൂനൊക്കെ പറയാ. മുലാഖിക്ക് മുഖാമുഖം കാണുന്ന. നമ്മൾ ആരെങ്കിലും മരണത്തിനെ കണ്ടിനോ? മരിച്ചവരാരെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ മരിച്ചിട്ടുണ്ടാവുമല്ലോ. മരിച്ചവരാരെങ്കിലും മരണത്തിനെ കണ്ടിനോ? അറിയില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞത് മുഖാമുഖം കാണുന്ന. മുഖാമുഖം കാണുന്നതിനെയാണ് മുലാഖാത്ത് എന്ന് പറയാ. മുഖാമുഖം കാണും മരണത്തിനാണ്. ആ മുഖാമുഖം കാണുമ്പോഴുണ്ടാകുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് അവിടെ വിശദീകരിച്ചത്. എന്നൊക്കെ പറഞ്ഞല്ലോ. ആ റൂഹ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യന്റെ ഗദ്ഗതങ്ങളാണ്, പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു കരഞ്ഞു. മരണനേരത്ത് വേദനയുണ്ടായി. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് പറഞ്ഞു. അപ്പോ ആയിഷ ബീവിയുടെ സംശയാണ്, അല്ലാഹുവിന്റെ റസൂലല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവർക്ക് മരണത്തിന് വേദനയോ? റസൂലുള്ള പറഞ്ഞു, നിങ്ങളിൽ രണ്ടുപേർക്കുള്ള വേദന എനിക്കൊരാൾക്കുണ്ട് എന്ന്. ആയിഷ, ഇന്നലിൽ മൗതി സകറാത്ത്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. വേദന, മരണവേദന, മരണവേദന എന്ന് പറയാറുണ്ട്. ആക്സിഡന്റിൽ പെട്ട് കിടക്കയിൽ കിടക്കുമ്പോ പറയും മരണവേദനയായിരുന്നു ആ നേരത്ത് എന്ന് പറയാറുണ്ട്. കാരണം മരിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയില്ല. ജീവിച്ചിരിക്കുമ്പോഴുള്ള വേദനയെ പോലും നമ്മൾ പറയാറുണ്ട് മരണവേദന എന്നാണ്, അല്ലെ? എന്ന് പറഞ്ഞാൽ അത്രമാത്രം വേദനയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ആ വേദന നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നാണ്. ആ നേരത്തുണ്ടാകുന്ന വെപ്രാളമുണ്ട്, ആ നേരത്തുണ്ടാകുന്ന വിഷമമുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് വെപ്രാളമല്ല ഉണ്ടാവുക,
യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ. ചില ആളുകൾ നല്ല ശാന്തമായിട്ടാ പോവുക, മനസ്സമാധാനത്തോടെയാ പോവുക. അതിന്റെ കാരണം വിളിക്കാൻ, അല്ലയോ വാ 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 വരൂ വരൂ എന്ന് വിളിക്കുന്നു. ആര് വിളിക്കുന്നു? നിർഭയത്വത്തോടെ വാ, പേടിക്കണ്ടോ, വാ വന്നു, പേടിക്കാതെ വാ, സലാമായി ശാന്തമായി വാ, ശാന്തിയോടെ വാ. എന്താ ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താണ്? വരൂ എന്ന് വിളിക്കുന്ന രംഗമാണ്. ആരെയാണ് വിളിക്കുക? ആരെയാണ് വിളിക്കുക? وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. രണ്ട് സൂറത്തിൽ, സൂറ മുഅ്മിനൂനും സൂറ ഗാഫിറൂനും ഒന്നായത്താൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നവരാണ് അവർ. എവിടെ? ഈ രൂപത്തിൽ മരിക്കണമെങ്കിൽ ദുനിയാവിൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചവരായിരിക്കും അവർ. ആ പ്രാർത്ഥന റബ്ബന, അല്ലാഹുവേ, ഇവരെ നീ എത്തിക്കണേ, ഇവരെ നീ പ്രവേശിപ്പിക്കണേ, ജന്നാതി ആദിനിൻ അല്ലതി വഅദ്തഹും, നീ കരാർ ചെയ്ത സ്വർഗത്തിൽ ഇവരെ എത്തിക്കണേ. അബ്ദുറഹ്മാൻ മരിക്കുമ്പോ, ആയിഷ മരിക്കുമ്പോ അവർക്ക് വേണ്ടി മലക്കൾ പ്രാർത്ഥിക്കുന്നു, ഇവരെ എത്തിക്കണേ. ആരാണ് ഇവർ? വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ആരാണ് ഇവർ? ഇവർ ഇസ്ലാഹ് നടത്തിയവരാണ്. ഇസ്ലാഹി പ്രസ്ഥാനമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇസ്ലാഹ് നടത്തിയവരാണ്. ആരെയാ ഇസ്ലാഹ് നടത്തിയത്? ഇസ്ലാഹിന്റെ ഭാഷാർത്ഥം പറയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? നന്നാക്കിയവരൻ. ആരെയാണ് ഇവർ നന്നാക്കിയത്? മിൻ ആബാഇഹിം, മാതാപിതാക്കളെ, വഅസ്വാജിഹിം, ഇണകളെ, വദുർരിയാതിഹിം, മക്കളെ. ഈ മൂന്ന് പേരെയും നന്നാക്കിയവരാണ്. ഒന്ന് അടുത്തിരിക്കാൻ പറ്റുന്നവർ ഒന്ന് അടുത്തിരുന്നാൽ നന്നായിരിക്കും. അതെങ്ങനെയാണ് നന്നാക്കുക? രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റു, 4 മണിക്ക് അത്താഴം കഴിക്കുന്ന ഉപ്പ, ശേഷം നിസ്കരിക്കുന്ന ഉപ്പ, ഉപ്പയോട് മകൻ പറഞ്ഞു കൊടുക്കുന്ന ഉപ്പ, അത്താഴം വൈകിക്കലാണ് നല്ലത്. ബാങ്കിന്റെയും അത്താഴത്തിന്റെയും ഇടയിൽ ഒരു 50 ആയത്തോടും ദീർഘ്യമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന മകൻ ഉപ്പയെ ഇസ്ലാഹ് നടത്തിയവനാണ്. നോമ്പ് മുറിക്കാൻ അപ്പുറത്തുള്ള ഏതോ പള്ളിയുടെ പങ്കെടുക്കാൻ കത്തിരിക്കുന്ന ഉമ്മ, ഉമ്മയോട് പറഞ്ഞു, ഉമ്മ സമയത്തിനാണ് നോമ്പ് മുറിക്കേണ്ടത്, സമയം ഇത്ര മണിയാണ്. അവര് 3 മിനിറ്റ് വൈകിക്കുന്നത് അത് റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതാണ് എന്ന് പറയുമ്പോ ആ മകൻ ഇസ്ലാഹ് നടത്തിയവനാണ്. ഇങ്ങനെ മക്കളിൽ, ഉപ്പയിൽ, ഇണകളിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒക്കെ ഇസ്ലാഹ് നടത്തിയവർ. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. 8 വാതിലുകൾ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞ ആഴ്ച. ആ 8 വാതിലുകളിൽ കൂടി പ്രവേശിപ്പിക്കും. എങ്ങനെ? മലക്കളെ കൈപിടിച്ച് ഇങ്ങനെ പോവാൻ. സ്വർഗത്തിന്റെ 8 വാതിലിൽ കൂടിയും. അള്ളാഹു അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ റമളാനിൽ ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ നാം അത്താഴത്ത് എഴുന്നേറ്റു. റമളാൻ കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴേ തീരുമാനിക്കണം. മനസ്സിന് ഇപ്പോൾ തന്നെ പാകപ്പെടുത്തണം. ചില ആളുകൾ പറയാൻ പറയും, വെള്ളിയാഴ്ച ഇനി ആ കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് നടക്കൂല, അവർക്കത് സാധിക്കൂല. മറിച്ച് നമ്മൾ ഇപ്പോഴേ പാകപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് റമളാൻ കഴിഞ്ഞാലും എന്റെ മകനും എന്റെ മകളും എന്റെ ഭാര്യയും എന്റെ ഭർത്താവും എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എല്ലാവരും ഇതുപോലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു കുടുംബം, ഒരു വീട്, എന്തൊരു രസമായിരിക്കും, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. റമളാൻ കഴിഞ്ഞാലും അതിലെല്ലാവരും എഴുന്നേൽക്കുക, രാവിലെ നിസ്കരിക്കുക, വീട്ടിൽ ഖുർആൻ എഴുതുക, അങ്ങനെയുള്ള അന്തരീക്ഷം. അവരെ മലക്കുകൾ കൈപിടിച്ച് ഇങ്ങനെ 8 വാതിൽ കൂടിയും അവരെ കാറ്റും. മലക്കുകളും പ്രവേശിക്കും അലയും അവരുടെ കൂടെ മിൻ കുല്ലി ബാബിൻ, എല്ലാ വാതിലുകളിൽ കൂടിയും. അള്ളാഹു കൂടെ ഉൾപ്പെടുത്തി പറയട്ടെ. പിന്നെ അപ്പൊ എന്താ വേണ്ടത്? അതിന് നമ്മൾ മരണത്തെ ഓർത്ത് ജീവിക്കണം, സമാധാനത്തോടെ മരിക്കണം. സമാധാനത്തോടെ മരിക്കാൻ സമാധാനത്തോടെ ജീവിക്കണം. സമാധാനത്തോടെ ജീവിക്കാൻ ഉപ്പയും ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും പരസ്പരം തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയണം? ഉപദേശത്തിലൂടെ, ഇസ്ലാഹിലൂടെ, നന്മയിലൂടെ, ഗുണകാംക്ഷയിലൂടെ തിരിച്ചറിയണം. രാവിലെ ഭക്ഷണം കഴിക്കാതെ മകൾ സ്കൂളിലേക്ക് പോകുമ്പോ ആ മകൾക്ക് ടിഫിൻ പാത്രം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു 100 രൂപ കൊടുക്കാൻ രക്ഷിതാവിനായിരിക്കുന്ന താല്പര്യം.
ആ മകൾ രാവിലെ സുബഹിസ്കരിച്ചില്ലെങ്കിൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം ഒന്ന് ഒരു അടിവരയിട്ട് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇസ്ലാഹ് എവിടെയാണ്? ഇസ്ലാഹ് എങ്ങനെയാണ്? അങ്ങനെയാണ് നടത്തേണ്ടത്. അങ്ങനെ നടത്തിയാൽ നാട്ടിൽ സമാധാനം ഉണ്ടാകും, വീട്ടിൽ സമാധാനം ഉണ്ടാകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, മനസ്സിൽ സമാധാനം ഉണ്ടാകും. അപ്പോഴാണ് അല്ലയോ ശാന്തിയാണ് ആത്മാക്കളെ തൃപ്തിയുള്ളവനായി നീ വാ വരൂ എന്ന് എപ്പോഴാ പറയുക? മരിച്ചപ്പോഴും മരിക്കുമ്പോഴും ഖബറിലപ്പോഴും പരലോകത്തും വിളിക്കുകയെന്ന് പറയാറുണ്ടല്ലോ. തൃപ്തിയുള്ളവരായി വാ എന്ന് മലക്കുകൾ വിളിക്കും. എന്റെ അടിമ വരൂ, വാ വരോ എനിക്കിപ്പോ എന്നൊക്കെ പറയില്ലേ, സ്വർഗത്തിലേക്ക് വാ. ഇത് എപ്പോഴാ വിളിക്കാം? മരിക്കുമ്പോ വിളിക്കാൻ. ആ മുനാഫീഖ് എന്ന് പറഞ്ഞല്ലോ, മുനാഫീഖ് അഭിമുഖം കാണുമ്പോൾ തന്നെ നമ്മോട് പറയാണ് മലക്കുകൾ വാ വരൂ, കയറൂ, സ്വർഗത്തിലേക്ക് വാ. അല്ലാഹു കൊടുക്കട്ടെ. നാം ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടി മറ്റൊരു ഭാഗം ഇസ്തിഗ്ഫാറും തൗബയുമാണ്. ചില ആളുകളുടെ ധാരണ ഏതെങ്കിലും ഒരു രാത്രി റമളാൻ 27 ഉസ്താദിനോട് പറഞ്ഞാൽ ഉസ്താദിന്റെ വാചകം കഫർത്തലാണ്, ഇസ്തിഗ്ഫാറിന് തെറ്റിദ്ധരിച്ച തൗബ നമ്മുടെ മുമ്പിലുണ്ട്. തൗബ എന്നൊരു പേരിടുക. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ വേറെ, ഇസ്തിഗ്ഫാർ വേറെയാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാൾക്ക് വേണ്ടി നടത്താം, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാം. ഇത് ഇസ്തിഗ്ഫാറാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന പാപമോചനം, അതിന്റെ പേരായി ഇസ്തിഗ്ഫാർ. സ്വന്തത്തിന് നടത്താം, മറ്റുള്ളവർക്ക് നടത്താം. തൗബ അവനവൻ ചെയ്യേണ്ടതാണ്. അള്ളാഹു ഇന്നൊരു മനുഷ്യൻ ഒരുപാട് തെറ്റ് പോയിട്ടുണ്ട്, ഇനി ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ് ഓന് വേണ്ടി ഞാൻ തൗബ ചെയ്തെന്ന് പറയാൻ പറ്റൂല. തൗബ അവനവൻ ചെയ്യേണ്ടതാണ്. ഇതാണ് പാതിരാവാഹകളിൽ ചില ആളുകൾ മൈതാനത്ത് പോയി നടത്താറുള്ളത്. അത് തൗബയല്ല. തൗബ അങ്ങനെയല്ല. തൗബ അവനവൻ ചെയ്യേണ്ടത്. അത് വേറെ രണ്ടാമത്തെ ഒരു മനുഷ്യനെ അറിയാതെ ചെയ്യേണ്ടതാണ്. അത് ആ തെറ്റ് ചെയ്ത മനുഷ്യനും അല്ലെങ്കിൽ അടിമയും ഉടമയും തമ്മിലുള്ള ഒരു സ്വകാര്യമായ ഇടമാണ്, രഹസ്യമായ ബാന്ധവമാണ് തൗബ എന്നുള്ളത്. അത് വേറെ ആരും അറിയില്ല. അത് ആ പറയുന്നവനും പടച്ചോനും മാത്രമേ അറിയുള്ളൂ. അതിന് ഗദ്ഗതങ്ങൾ ഉണ്ടാവും, കരച്ചിലുണ്ടാവും, സങ്കടം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, വേദന ഉണ്ടാവും. ഇനി ഉണ്ടാവില്ല പടച്ചോനെ എന്നുണ്ടാവും, പറ്റിപ്പോയി എന്നുണ്ടാവും, കുറ്റബോധം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരും. അതിന് തൗബ എന്ന് പറയാം. തൗബ അവനവൻ ഒറ്റക്ക് ചെയ്യേണ്ടതാണ്, വേറൊരാൾ അറിയാതെ, ആരെയും അറിയാം. ഞാൻ ഇന്നലെ തൗബ ചെയ്ത് കുറേ തൗബ ചെയ്തിട്ടാ എന്ന് പറയാൻ പറ്റൂല. നമുക്ക് വേണം എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറയാം, പക്ഷെ എനിക്ക് വേണ്ടി ആ തൗബ എന്ന് വേറെ പറയാൻ പറ്റൂല. അതും സ്വകാര്യമാണ്. അത് ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ഒരു ആത്മാർത്ഥമായ ബന്ധത്തിന്റെ ഭാഗമാണ്. തൗബ വേറെയാണ്. തൗബ അവനവൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കുന്ന തഹരീമിൽ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നല്ല തൗബ ചെയ്താൽ അൽസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും. തൗബ ചെയ്താൽ നിങ്ങളുടെ റബ്ബ് അയ്യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ തെറ്റുകൾ പുറത്തു വരും. കഫറ വരെ മായ്ക്കുക എന്നാണ്. നമ്മുടെ ബോർഡിൽ എഴുതിയ മായ്ക്കുന്നതിന് കഫറാന്ന് പറയാം. പിന്നീട് അങ്ങനെ വായിക്കാൻ കഴിയില്ല. വേറെ ഒരാൾക്ക് വായിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് മായ്ക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്ത മനുഷ്യനെ ആക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ട് ഖുർആൻ ഹദീസും പഠിപ്പിച്ച്. കാരണം ഓ തൗബ ചെയ്തിട്ടുണ്ടെങ്കിലോ പറഞ്ഞ് നമ്മൾ പൊട്ടനാവും. അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ. ഓനെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും. ഒന്നുകൂടി പറഞ്ഞു, തൗബ ചെയ്തവർക്ക് മാത്രമുള്ളതാണ്. യൗമ ലാ യുഖ്ദില്ലാഹു അൻ-നബിയ്യ വല്ലദീന ആമനൂ മഅ. നമ്മൾ ഒന്നുകൂടി രണ്ടാമത്തെ അടിവരിയുള്ള ഒരു പ്രയോഗമാണത്. യൗമ ലാ യുഖ്ദില്ലാഹു അൻ-നബിയ്യ, അല്ലാഹുവിനെ അല്ലാഹു നബിമാരെ അപമാനിക്കാത്ത ദിവസം. വല്ലദീന ആമനൂ മഅ, മുഅ്മിനീങ്ങളെയും അപമാനിക്കാത്ത ദിവസം സ്വർഗത്തിലെത്തിക്കും. അതിന്റെ അർത്ഥം എന്താ? ഈ തൗബ ചെയ്തവരും അല്ലാഹു അപമാനിക്കൂല. ഓന് ശിക്ഷയില്ല എന്നർത്ഥം. ഓൻ 100% ക്ലിയറായി. തെറ്റ് ചെയ്തവൻ തൗബ ചെയ്താൽ ഓൻ എന്തില്ല? ശിക്ഷയില്ല. ഓന് നേരെ സ്വർഗത്തിലാണ്. കാരണം എന്താ? അവന്റെ എല്ലാം അല്ലാഹു വായിച്ചു കളഞ്ഞു.
അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന്റെ തെറ്റ് നമ്മൾ വേറൊരാൾ പറഞ്ഞാൽ ഗീബത്താകും നമീമത്താകും എന്നൊക്കെ പറയണ്ടല്ലോ, ആ ഹദീസുണ്ടല്ലോ, അതിന്റെ ഗൗരവം അവിടെയാണ്. കാരണം ആ തെറ്റ് ചെയ്തവൻ അള്ളാഹു തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ആരായി? സ്വർഗത്തിലായി. പറയുന്നത് നമ്മളോ ഗീബത്ത് പറഞ്ഞവനായി, നമ്മളെടുത്തും നരകത്തിലെത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നാവിനെ ശ്രദ്ധിക്കണം. عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار ذلك يوم അങ്ങനെ പറഞ്ഞു അവർക്ക് അടുത്ത പ്രത്യേകതയാണ്. തെറ്റ് പുറത്തത് മാത്രമല്ല, തെറ്റുകൾ മായിക്കപ്പെട്ടത് മാത്രമല്ല, സ്വർഗത്തിലെത്തിയത് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ മുഅ്മിനീങ്ങളുടെ കൂടെയാണെന്ന് മാത്രമല്ല, അടുത്തത് നൂറുഹും അവർക്ക് പ്രകാശം ഉണ്ടാവും. അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്താ പ്രകാശത്തിന്റെ പ്രത്യേകത? അവരുടെ മുന്നിലും പിന്നിലും പ്രകാശിതമായിരിക്കും. നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറ. ആ പ്രാർത്ഥന അറിയാത്ത ആരെങ്കിലും ഈ പള്ളിയിലുണ്ടെങ്കിൽ ഈ റമളാനിൽ ഇന്ന് പഠിക്കണം. ഉമ്മമാരെ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, ഭർത്താക്കന്മാരെ പഠിപ്പിക്കണം. സ്ത്രീകൾ മുഴുവൻ പഠിക്കുന്നവരായിരിക്കും ഈ വിഷയത്തിലൊക്കെ. പഠിപ്പിക്കണം. എന്നിങ്ങനെ വലിയൊരു പ്രാർത്ഥനയാണ്. പള്ളിയിലേക്ക് പുറപ്പെടുന്ന പ്രാർത്ഥനയുണ്ട്. സുജൂദിൽ റസൂൽ പ്രാർത്ഥിച്ചിട്ട് രാത്രി നിസ്കാരത്തിൽ അല്ലാഹുവേ എന്റെ ഖൽബിൽ നീ പ്രകാശം തരണേ. എന്റെ കാഴ്ചയിൽ, എന്റെ കേൾവിയിൽ, എന്റെ മുന്നിൽ, എന്റെ പിന്നിൽ, എന്റെ ഇടത്, എന്റെ വലത്, എന്റെ മുകളിൽ, എന്റെ താഴെ, എന്റെ ശരീരത്തിൽ മുഴുവനായും എനിക്ക് നീ പ്രകാശം തരണേ. അത് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന പൂർത്തീകരിക്കുന്നു. ആ പ്രകാശം ആർക്കാ കിട്ടുക? തൗബ ചെയ്തവർക്കാണ്. തൗബ ചെയ്യണം, പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യണം. റസൂൽ ഇസ്തിഗ്ഫാറാണ്. ഒരു ദിവസം 75 തവണ പറഞ്ഞു. മറ്റേ ഹദീസിൽ റസൂൽ 100 തവണ പറഞ്ഞു. ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, കൂട്ടുകാരികൾക്ക്, ഭാര്യക്ക്, ഭർത്താവിന്, മക്കൾക്ക്, അങ്ങനെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യാം. മുഅ്മിനീങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനമാണ്. അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണേ എന്നാണ്. മലക്കൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. ഒരാൾ ഉണോണ്ടാക്കി പള്ളിയിലേക്ക് കയറിയാൽ പള്ളിയിൽ ഇറങ്ങുന്നത് വരെ അല്ലാഹുവേ ഇവർ നീ ഇസ്തിഗ്ഫാർ കൊടുക്കണേ, പാപമോചനം കൊടുക്കണേ, പുറത്തു കൊടുക്കണേ എന്ന് മലക്കൾ പള്ളിയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹു കൂടെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ പ്രാർത്ഥന കിട്ടാതിരിക്കാനാണ് ചില ആളുകൾ പറഞ്ഞത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. സ്വാർത്ഥ താല്പര്യമുള്ളവർ. സ്ത്രീകൾക്ക് പള്ളി നിർബന്ധമല്ല, പക്ഷെ വന്നാൽ പുണ്യമാണ്. അതുകൊണ്ട് നമ്മൾ വരുന്ന പോലെ ജുമുഅക്കും തറാവീഹികളും സ്ത്രീകൾ അവരെ പ്രേരിപ്പിക്കണം. അവർക്ക് ആ ഓരോ കാലുകൾ വെക്കുമ്പോഴും ആ കാലുകൾക്കനുസരിച്ച് തെറ്റുകൾ പുറത്തു കൊടുക്കും. ആർക്ക്? പള്ളിയിൽ വരുന്നവർക്ക് എല്ലാവർക്കും, കുട്ടികൾ വന്നാലും പ്രായമുള്ളവർ വന്നാലും എല്ലാവർക്കും അത് അവർക്ക് കിട്ടും. പള്ളിയിൽ ഒരാൾ ഉണ്ടാക്കി പള്ളിയിൽ കയറിയാൽ ഇറങ്ങുന്നത് വരെ മലക്കൾ അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ആർക്ക്? പള്ളിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും. പുരുഷന്മാരാലോചിച്ച് നമുക്ക് കിട്ടും. അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യണം. റമളാൻ അവസാനത്തെ ദിനങ്ങളാണ്. ഇനി എത്ര ദിവസം നമ്മൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അടുത്തലുണ്ടാവും, ചിലപ്പോ നാളെ തന്നെ വെച്ചു. അല്ലാഹു മരിക്കുമ്പോൾ ഈ മാനം മരിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഒന്നുകൂടി ഉറപ്പിക്കാൻ, ഈ റമളാൻ ഇത്രയും ദിനങ്ങൾ, ഇത്രയും നോമ്പുകൾ നമ്മൾ സ്വീകരിച്ചോന്നില്ലേ? അപാകതകൾ വന്നിട്ടുണ്ടാവും, ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും, അല്ലെ? അതൊരു അപാകതയാണ്. ചിലപ്പോ ചൂടായിട്ടുണ്ടാവും, അപാകതയാണ്. അറിയാതെ അശ്രദ്ധമായി കളവ് പറഞ്ഞു പോയിട്ടുണ്ടാവും, അതൊരു അപാകതയാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും, അതൊരു അപാകതയാണ്. ജമാഅത്തുകൾ വൈകിപ്പോയിട്ടുണ്ടാവും, അപാകതയാണ്. സംസ്കാരത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ടാവും, അപാകതയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇൻഷാ അല്ലാഹ് എണ്ണുക. എത്ര ദിവസമുണ്ട്? വിരലുകൊണ്ട് എണ്ണുക. എത്ര ദിവസമേ ഉള്ളൂ? ഇന്ന് വെള്ളിയാഴ്ച 1:10 കഴിഞ്ഞു. ഇനി എത്ര ദിവസമുണ്ട്? അപ്പോ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഈ ജുമുഅക്ക് ശേഷം മുതൽ എന്താ ചെയ്യാൻ പറ്റുക? മാറണം, നന്നാവണം, ഒന്നുകൂടി നന്നാവണം, ഒന്നുകൂടി മാറണം, ഒന്നുകൂടി മാറ്റണം. ആ രൂപത്തിൽ നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കണം. കഴിഞ്ഞ തറാവീഹ് റബ്ബന തഖബ്ബൽ മിന്നാ എന്ന പ്രാർത്ഥന, കഴിഞ്ഞ തറാവീഹ്, ഇന്നലത്തെ തറാവീഹ്, ഇന്നലത്തെ ഇശ, ഇന്നലത്തെ മഗ്‌രിബ്, ഇന്നലത്തെ അസ്റൊക്കെ സ്വീകരിച്ചു. ആലോചിക്കണം, ഇനി ഉള്ള ദിനങ്ങൾ എങ്ങനെയാക്കാൻ പറ്റും. ഇരിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും,
എഴുത്തിക്കാവ് എന്താന്ന് ആലോചിക്കാത്തവരുണ്ടാവും. എഴുത്തിക്കാവ് പള്ളിയിൽ മുഴുവൻ സമയം ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കണം. എല്ലാത്തവർ പറ്റാവുന്ന നേരങ്ങളിൽ ഇരിക്കണം. സ്വകാര്യമായി താബികൾ പറഞ്ഞത്, ചിലരുടെ സഹാബികളുടെ താബികളുടെ ശീലങ്ങൾ പള്ളിയിൽ ഭാഗമായി തെരഞ്ഞെടുത്തിരുന്നാൽ ഇങ്ങനെ 2 വടി കുത്തിയിട്ട് വേറെ ആൾക്കാർ അവിടെ ഇരിക്കാതിരിക്കാൻ അവര് തന്നെ ഇരിക്കുന്ന അങ്ങനെ ശീലമൊക്കെ ഉണ്ടായിരുന്നാൽ. അപ്പോ പരമാവധി പടപ്പുകളോട് ഉള്ള ബന്ധം കുറക്കുക, പടച്ചവനുള്ള ബന്ധത്തിലേക്ക് ഒന്നുകൂടി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. പടപ്പുകളുടെ ബന്ധം ഉണ്ടാവണം, ഇടപഴകണം. പക്ഷെ അവസാനത്തെ ഒന്നുകൂടി പടച്ചവരിലേക്ക് അടുക്കുവാൻ തയ്യാറാവണം. ആ തയ്യാറാവൽ ഉണ്ടായിട്ടുണ്ടോ? ഖുർആൻ എത്ര ഓതി, എത്ര പേജ് ഓതി, എത്ര ഹത്തമായി, എത്ര ജുസായി, എത്ര സൂറത്തായി ഒന്ന് ആലോചിക്കണം. ഖുർആൻ റമദാൻ വലിയൊരു ഭാഗം കഴിഞ്ഞല്ലോ. 60-70% റമദാൻ കഴിഞ്ഞു. ഖുർആൻ എത്ര ശതമാനം ഓതി കഴിഞ്ഞു ആലോചിക്കണം. അതിന് എത്ര ആയത്ത് നമ്മൾ അർത്ഥം പഠിച്ചു? ഇനി എന്താണ് നമ്മുടെ തീരുമാനം? ഖുർആന്റെ വിഷയത്തിൽ നമ്മുടെ തീരുമാനം, ഖുർആൻ ഓതിയ വിഷയം നമ്മുടെ തീരുമാനം. ഓതിയ ആയത്തുകൾ കൃത്യമായി ഓതിയിട്ടുണ്ടോ? അതല്ല അക്ഷരങ്ങൾ തിരിയാതെ, മഹ്റജില്ലാതെ, ഉച്ചാരണമില്ലാതെയാണോ? ശ്രദ്ധിക്കണം. സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? സക്കാത്ത് റമദാനിലല്ല, എന്നാലും കൊല്ലം തികയുമ്പോൾ, കാലം തികയുമ്പോഴാണ്, എന്നാലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ആലോചിക്കണം. നമ്മുടെ വസ്ത്രം, പുരുഷന്മാർ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല, നിയമമാണ്. നമ്മുടെ വസ്ത്രം അങ്ങനെയാണോ? സ്ത്രീകൾ കൃത്യമായി അവിടുത്തെ മറച്ചിട്ടാണോ പുറത്തിറങ്ങുക? പള്ളിയിൽ വരുമ്പോൾ നല്ല രൂപത്തിൽ വരും, പുറത്തെങ്ങനെയാണ്? നമ്മുടെ മക്കൾ എങ്ങനെയാണ്? SLC പരീക്ഷ നടക്കും, +2 പരീക്ഷ നടക്കും, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവർക്ക് പരീക്ഷയിൽ ജയിക്കാൻ, ബുദ്ധി കൂടാൻ, ബുദ്ധി വർദ്ധിക്കാൻ, നല്ലതായി ഭൗതികമായി ഉയരാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കൂട്ടത്തിൽ പരലോകം പ്രാർത്ഥിക്കാൻ മറന്നുപോയിട്ടുണ്ടോ? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? രാവിലെ ഉണരുമ്പോഴുള്ള പ്രാർത്ഥന, അള്ളാഹു എന്റെ ശരീരത്തിന് ആരോഗ്യം തരണേ, നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മറന്നുപോയോ? എങ്കിൽ നാളെ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. മരിച്ചാൽ എവിടെയാണ്? ഇപ്പോൾ മരിച്ചാൽ എവിടെയാണ്? ഈ നേരം, ഈ റമദാനിൽ മരിച്ചാൽ സ്വർഗത്തിലാണ് നമ്മൾ പറയാറുള്ളത്. എങ്കിൽ ഞാൻ മരിച്ചാൽ സ്വർഗത്തിലെത്തും. ഇന്ന് രാവിലെ മുതൽ ഈ ഉച്ചവരെ ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ എന്റെ നോമ്പ് സ്വീകരിക്കുമോ? ഇന്ന് രാവിലെ മുതൽ ഈ ഉച്ചവരെ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ കണ്ടിട്ട് ഞാൻ അവഗണിച്ചിട്ടുണ്ടോ? എങ്കിൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവഗണിച്ചവരെ അള്ളാഹു വിളിച്ചത് അവൻ ദീനിനെ കളവാക്കിയവനാണ് എന്നാണ്. അപ്പോൾ എന്റെ ദീൻ ഞാൻ കളവാക്കിയവനാണ് എങ്കിൽ എന്റെ റമദാൻ സ്വീകരിക്കും, എന്റെ തറാവീഹ് സ്വീകരിക്കും. ഞാൻ കൃത്യമായി കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ? ചിലവഴിക്കേണ്ടത് ചിലവഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഇരിക്കണം. ഒന്ന് അറിയണ്ടാകുമ്പോൾ മാറ്റിവെച്ച്, മൊബൈൽ തൽക്കാലം നോക്കാക്കി വെച്ച്, ദൂരെ വെച്ച്, ആരും അറിയാതെ വീട്ടിൽ പള്ളിയിൽ ഇരിക്കണം, ആലോചിക്കണം, പഠിക്കണം, കൃത്യമായി ഒരു വിലയിരുത്തൽ നടത്തണം. ഇങ്ങനെ നാം ചിന്തിക്കുക. ഈ റമദാൻ ഇക്കഴിഞ്ഞ ഇത്രയും നോമ്പ് കൃത്യമായി എനിക്ക് നിയമങ്ങൾ പാലിക്കാൻ, റബ്ബ് പറഞ്ഞ പോലെ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തണം. കാരണം ഇനി ഒരു വെള്ളിയാഴ്ച കിട്ടൂല, ഇനി ഒരു വ്യാഴാഴ്ചയുള്ളൂ, ഇനി ഒരു ബുധനാഴ്ചയുള്ളൂ, ഒരു ചൊവ്വാഴ്ചയുള്ളൂ, ഒരു തിങ്കളാഴ്ചയുള്ളൂ, ഒരു ഞായറാഴ്ചയുള്ളൂ, ഒരു ശനിയാഴ്ചയുള്ളൂ. കുറെ കാലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഒരു ചാർട്ട് ഇരുന്ന് തയ്യാറാക്കണം. എഴുതിയിട്ടല്ല, എഴുതേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് എങ്കിലും ഏതെങ്കിലും മൂലയിൽ, ഒന്നുകിൽ വീട്ടിൽ എല്ലാവരും ഉറങ്ങുമ്പോ ലൈറ്റ് ഇല്ലാതെ ആ വീട്ടിന്റെ ഒരു മൂലയിൽ ഒന്നുണ്ടാക്കി ഒന്നിരുന്ന്, അല്ലെങ്കിൽ പള്ളിയുടെ മൂലയിൽ ഒന്നിരുന്ന് ഒരു വിശകലനം നടത്തുക. നമ്മള് ജീവിതത്തിൽ ദുന്യാവിന്റെ കാര്യത്തിൽ അങ്ങനെ ചാർട്ട് തയ്യാറാക്കേണ്ട പ്ലാൻ ചെയ്യാറിയിരുന്നിട്ട് അതുപോലെ ഒരു പ്ലാൻ ചെയ്യുക. ഇതുവരെ കഴിഞ്ഞതിലെങ്ങനെ, ഇനി എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിനൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിനൊക്കെ നമുക്ക് മറിച്ച് മാറ്റം വരുന്നത് ചിന്തിക്കുക. അള്ളാഹു അതിനുള്ള നല്ല തീരുമാനം നൽകുമാറാവട്ടെ. إن الحمد لله وأشهد الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله وأوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നിയമങ്ങൾ നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധത്തോടുകൂടി
നമ്മുടെ അമലുകളെ ക്രമീകരിക്കണമെന്ന് ഒന്നുകൂടി ഓരോരുത്തരും ഓർമ്മിക്കുകയാണ്. രണ്ടുപേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മുന്നേ പറഞ്ഞ നമ്മുടെ അഷ്റഫ് സാഹിബിന്റെ മകൻ ഇപ്പോഴും കിടപ്പ് രോഗിയാണ്, അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവരുടെ ആരോഗ്യം നൽകി കൊടുക്കുമാറാവട്ടെ. അതേപോലെ ഒരാൾ മരിച്ചു, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ, മരണപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന മാറ്റി കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ടാണ് ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി നന്നായി ചെലവഴിക്കാൻ തയ്യാറാവുക. ഇന്ന് ചിലപ്പോൾ അവസാനത്തെ വെള്ളിയാഴ്ച ആയിരിക്കുമല്ലോ. എല്ലാവരും നല്ല രൂപത്തിൽ ദാനം ചെയ്യാൻ, പള്ളിക്ക് വേണ്ടി നല്ല രൂപത്തിൽ കൊടുക്കാൻ തയ്യാറാവുക. ചിലപ്പോൾ തിരക്കുകൾക്കിടയിൽ ഒന്നും കരുതാതെ വന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അവർ ഇന്ന് തന്നെ കമ്മിറ്റി അറിയിക്കുക, ഇത്ര എത്തിക്കുന്ന അറിയിക്കാൻ ഇൻഷാ അല്ലാഹ് ഇന്നോ നാളെയോ ആയി നമ്മൾ ഒരു തുക ഏൽപ്പിക്കണം. എല്ലാവരും നല്ല ഒരു തുക ഏൽപ്പിക്കണം ഇൻഷാ അല്ലാഹ്. ബാക്കി പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിസ്കാരശേഷം ഒരു 15 മിനിറ്റ് എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. അത്യാവശ്യങ്ങൾക്ക് പോകാനോ ദർവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട 2-3 നിർദ്ദേശങ്ങൾ കൂടി പറയാനുണ്ട്. അത് ഇപ്പൊ പറഞ്ഞ സമയം കൊണ്ടാണ്. അപ്പൊ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ കാര്യമായി ഉണ്ടാവണം. പ്രത്യേകിച്ച് പള്ളിക്ക് വേണ്ടി ഇന്ന് നന്നായി ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആ രൂപത്തിലുള്ള ഈമാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുവാനാവട്ടെ. എല്ലാം മുസ്ലിമായി ജീവിക്കുവാനും മരിക്കുവാനും ഇവിടെ അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഈ റമളാനിലെ അമലുകൾ ഞങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ എല്ലാ നന്മകളും നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ മുസ്ലിമായി ജീവിക്കുവാൻ, മുസ്ലിമായി മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരണം വരെ ഞങ്ങൾ ഈ ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാഹ്. മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് വെള്ളം കോരി കൊടുക്കുന്നു, അത് വാങ്ങി കുടിക്കുന്നവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ സ്നേഹിച്ചവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ രോഗം കൊണ്ട് രോഗികളായി ആശുപത്രി കഴിയുന്നവർ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർ അല്ലാഹുവേ അവർക്ക് നീ പരിപൂർണ്ണ ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ പറഞ്ഞ സഹോദരൻ, ഈ പറഞ്ഞ ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്ത സഹോദരൻ അല്ലാഹുവേ അദ്ദേഹത്തിന് പരിപൂർണ്ണ ആരോഗ്യം കൊടുക്കണം അല്ലാഹ്. അദ്ദേഹത്തെ പരിപൂർണ്ണ ശിഫ കൊടുക്കണം അല്ലാഹ്. അല്ലാഹു നമ്മിൽ ഇഷ്ടപ്പെട്ടവർ, നമ്മുടെ ഉറ്റവർ, ഉടയവർ ആശുപത്രികളിൽ വീടുകളിൽ കഴിയുന്ന അല്ലാഹുവേ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين، وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبعهم